പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റിയിൽ വിവിധ തസ്തികകളിൽ ജോലി നേടാൻ ഉദ്യോഗാർത്ഥികൾക്ക് അവസരം. സംസ്ഥാന ലീഗൽ സർവീസസ് അതോറിറ്റിക്ക് കീഴിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ ജോലി ഒഴിവുകളെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഓഫീസ് അസിസ്റ്റന്റ്, ക്ലർക്ക്, പ്യൂൺ ഉൾപ്പെടെയുള്ള വിവിധ തസ്തികകളിലെ ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. 10ാം ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതും എക്സ്പീരിയൻസ് ആവശ്യമില്ലാത്തതുമായ തസ്തികകൾ ഇതിലുണ്ട്. അതുപോലെ തന്നെ കേരളത്തിലെ 6 ജില്ലകളിലാണ് ഈ തസ്തികകളിൽ ഇപ്പോൾ വേക്കൻസികൾ വന്നിട്ടുള്ളത്. നമുക്കിതിനെ കുറിച്ചുള്ള വിശദ വിവരങ്ങൾ അറിയാം. വീഡിയോ മുഴുവനായി കാണുക. അതുപോലെ തന്നെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഇനി ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് എങ്ങനെ, അപേക്ഷിക്കാനുള്ള അവസാന തീയതി, യോഗ്യത, ശമ്പളം തുടങ്ങിയ വിവരങ്ങൾ വിശദമായി അറിയാം. കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റി അതായത് കെൽസ വിവിധ തസ്തികകളിലെ ഒഴിവുകളിലേക്കാണ് ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. തസ്തികകൾ ഏതൊക്കെയെന്ന് നോക്കാം. ഓഫീസ് അസിസ്റ്റന്റ് ഓർ ക്ലർക്ക്, റിസപ്ഷനിസ്റ്റ് കം ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, ഓഫീസ് അറ്റൻഡന്റ് ഓർ പ്യൂൺ എന്നീ തസ്തികകളിലെ ഒഴിവുകളിലേക്കാണ് ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നത്. ഓഫീസ് അസിസ്റ്റന്റ് ഓർ ക്ലർക്ക് തസ്തികയെ കുറിച്ച് നോക്കാം. ഈ തസ്തികയ്ക്ക് വേണ്ട വിദ്യാഭ്യാസ യോഗ്യതയായി പറഞ്ഞിട്ടുള്ളത് ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ്. കൂടാതെ ഇനി പറയുന്ന അറിവുകൾ കൂടി ഉദ്യോഗാർത്ഥിക്ക് ഉണ്ടായിരിക്കണം. ബേസിക് വേർഡ് പ്രോസസിംഗ് സ്കിൽസ് ആൻഡ് ദ എബിലിറ്റി ടു ഓപ്പറേറ്റ് കമ്പ്യൂട്ടർ ആൻഡ് സ്കിൽസ് ടു ഫീഡ് ഡാറ്റ, ഗുഡ് ടൈപ്പിംഗ് സ്പീഡ് വിത്ത് പ്രോപ്പർ സെറ്റിംഗ് ഓഫ് petition, ability to take dictation and prepare files for presentation in the courts, file maintenance and processing knowledge. അടുത്തത് റിസപ്ഷനിസ്റ്റ് കം ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയാണ്. ഈ തസ്തികയ്ക്ക് വേണ്ട വിദ്യാഭ്യാസ യോഗ്യത ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രി മാത്രമാണ്. കൂടാതെ ഇനി പറയുന്ന സ്കിൽസ് കൂടി ഉദ്യോഗാർത്ഥിക്ക് ഉണ്ടായിരിക്കണം. എക്സലന്റ് വെർബൽ ആൻഡ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, വേർഡ് ആൻഡ് ഡാറ്റ പ്രോസസിംഗ് എബിലിറ്റീസ്, the ability to work telecommunication systems like telephone, fax machines, switchboards, etc. and proficiency with good typing speed. അടുത്തത് ഓഫീസ് അറ്റൻഡന്റ് ഓർ പ്യൂൺ തസ്തികയാണ്. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത 10ാം ക്ലാസ് പാസ്സായിരിക്കണം എന്നുള്ളത് മാത്രമാണ്. എക്സ്പീരിയൻസോ മറ്റു യോഗ്യതകളോ ഒന്നും ഇതിലേക്ക് ആവശ്യമില്ല. ഇനി ശമ്പളം നോക്കാം. ഈ തസ്തികകളിലേക്ക് സെലക്ട് ചെയ്യപ്പെടുന്നവർക്ക് ലഭിക്കുന്ന ശമ്പളത്തിൽ ചില ജില്ലകളിൽ വ്യത്യാസങ്ങളുണ്ട്. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് തുടങ്ങിയ ക്ലാസ് എ ടൗൺസിൽ പെടുന്ന ജില്ലകളിൽ ഓഫീസ് അസിസ്റ്റന്റ് തസ്തികയിൽ 24,000 രൂപയാണ് പ്രതിമാസ ശമ്പളം. റിസപ്ഷനിസ്റ്റ് കം ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയ്ക്ക് 19,000 രൂപയാണ് പ്രതിമാസ ശമ്പളം. ഓഫീസ് അറ്റൻഡന്റ് ഓർ പ്യൂൺ തസ്തികയ്ക്ക് ലഭിക്കുന്ന പ്രതിമാസ ശമ്പളം 14,000 രൂപയാണ്. തൃശൂർ, കൊല്ലം, കണ്ണൂർ എന്നീ ക്ലാസ് ബി ടൗൺസിൽ പെടുന്ന ജില്ലകളിൽ ഓഫീസ് അസിസ്റ്റന്റ് തസ്തികയ്ക്ക് ലഭിക്കുന്ന പ്രതിമാസ ശമ്പളം 19,000 രൂപയാണ്. റിസപ്ഷനിസ്റ്റ് ഓർ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയ്ക്ക് ലഭിക്കുന്ന പ്രതിമാസ ശമ്പളം 16,000 രൂപയാണ്. ഓഫീസ് അറ്റൻഡന്റ് ഓർ പ്യൂൺ തസ്തികയ്ക്ക് ലഭിക്കുന്ന പ്രതിമാസ ശമ്പളം 12,000 രൂപയാണ്. ക്ലാസ് സി ടൗൺസിൽ പെടുന്ന ജില്ലകളായ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, പാലക്കാട്, വയനാട്, കാസർഗോഡ് എന്നിവിടങ്ങളിൽ ഓഫീസ് അസിസ്റ്റന്റ് തസ്തികയ്ക്ക് ലഭിക്കുന്ന പ്രതിമാസ ശമ്പളം 15,000 രൂപയാണ്. റിസപ്ഷനിസ്റ്റ് ഓർ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയ്ക്ക് ലഭിക്കുന്ന പ്രതിമാസ ശമ്പളം 14,000 രൂപയാണ്. 12,000 രൂപയാണ് ഓഫീസ് അറ്റൻഡന്റ് ഓർ പ്യൂൺ തസ്തികയ്ക്ക് ലഭിക്കുന്ന പ്രതിമാസ ശമ്പളം. ഇനി വേക്കൻസികൾ നോക്കാം. ഈ വിജ്ഞാപന പ്രകാരം 6 ജില്ലകളിലാണ് വേക്കൻസികൾ വന്നിട്ടുള്ളത്. കൊല്ലം, പത്തനംതിട്ട, തൃശൂർ, മഞ്ചേരി, വയനാട്, കോഴിക്കോട് എന്നിവിടങ്ങളിലാണ് ഈ തസ്തികകളിൽ വേക്കൻസികൾ ഉള്ളത്. കൊല്ലം ജില്ലയിൽ ഓഫീസ് അസിസ്റ്റന്റ് തസ്തികയിൽ 2 വേക്കൻസികളാണ് ഉള്ളത്. പത്തനംതിട്ട ജില്ലയിൽ ഓഫീസ് അറ്റൻഡന്റ് ഓർ പ്യൂൺ തസ്തികയിൽ 1 വേക്കൻസിയും, തൃശൂരിൽ ഓഫീസ് അസിസ്റ്റന്റ് തസ്തികയിലും ഓഫീസ് അറ്റൻഡന്റ് ഓർ പ്യൂൺ തസ്തികയിലും ഓരോ വേക്കൻസി വീതമാണ് ഉള്ളത്. മഞ്ചേരിയിൽ ഓഫീസ് അറ്റൻഡന്റ് ഓർ പ്യൂൺ തസ്തികയിൽ 1 വേക്കൻസി, വയനാട് ജില്ലയിൽ 1 വേക്കൻസി ഓഫീസ് അസിസ്റ്റന്റ് തസ്തികയിലാണ് ഉള്ളത്. കോഴിക്കോട് ജില്ലയിൽ ഓഫീസ് അസിസ്റ്റന്റ് തസ്തികയിൽ 1 വേക്കൻസി. അങ്ങനെ ടോട്ടൽ 5 വേക്കൻസികൾ ഓഫീസ് അസിസ്റ്റന്റ് തസ്തികയിലും ഓഫീസ് അറ്റൻഡന്റ് ഓർ പ്യൂൺ തസ്തികയിൽ 3 വേക്കൻസികളുമാണ് ഉള്ളത്. ടോട്ടൽ 8 വേക്കൻസികളാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഈ തസ്തികകളിലേക്ക് സെലക്ട് ചെയ്യപ്പെടുന്നവരെ 1 വർഷത്തേക്ക് കരാറടിസ്ഥാനത്തിലാണ് നിയമിക്കുന്നത്. ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 2026 മാർച്ച് 19 വൈകിട്ട് 5 മണി വരെയാണ്. ഓഫ്ലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. www.kelsa.keralacourts.in എന്ന ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഈ തസ്തികയുടെ നോട്ടിഫിക്കേഷനും അതോടൊപ്പം ഇതിലേക്കുള്ള അപേക്ഷാ ഫോമും ലഭ്യമാണ്. ഡൗൺലോഡ് ചെയ്ത് പൂരിപ്പിച്ച അപേക്ഷയും സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം നേരിട്ടോ സ്പീഡ് പോസ്റ്റ് മുഖേനയോ ആണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷ സമർപ്പിക്കേണ്ട വിലാസം ഓഫീസ് ഓഫ് ദ സെക്രട്ടറി DLSA കൺസേൺഡ്. അതായത് ഏത് ജില്ലയിലേക്കാണോ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതാത് ജില്ലയിലെ ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ഓഫീസിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്.
താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. 2026 മാർച്ച് 19 വൈകിട്ട് 5 മണിക്ക് മുമ്പായി തന്നെ അപേക്ഷ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക. കേരള PSCയുടെ വിവിധ തസ്തികകളിലെ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രിപ്പയർ ചെയ്യാൻ ഉപകരിക്കുന്ന ബുക്സ് ഈ വീഡിയോടൊപ്പം ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായി പർച്ചേസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഇനിയും ഇതുപോലുള്ള ജോലി സംബന്ധമായ വിവരങ്ങൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക.